നമസ്കാരം. ദേശീയത എന്ന വിശാലമായ രാഷ്ട്രീയ ആശയത്തെ അതിൻ്റെ ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ പ്രാദേശിക വികാരങ്ങളുടെ ഒരു ചെറിയ കണ്ണിക പോലും ഇല്ലാതെ തിരിച്ചറിഞ്ഞതും അംഗീകരിക്കുന്നതും പ്രതിദാനം ചെയ്യുന്നതും കേരളമാണ്. പലപ്പോഴും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ കഴിഞ്ഞ ഒരു സഹസ്രാബ്ദത്തിനിടയിൽ ലോകമെമ്പാടും ആയി നടന്ന പല പോരാട്ടങ്ങളുടെ വിപ്ലവങ്ങളുടെ കൂട്ടത്തിൽ വേറിട്ട് നിർത്തുന്നതും ഒരു ഭൂപ്രദേശത്തിൻ്റെ വിമോചന സമരം എന്നതിനപ്പുറത്തേക്ക് ഒരു വിശാല മാനവികതയുടെ മാതൃകയായി ഉയർത്തിക്കാണിക്കാൻ കഴിയുന്നതും നേരത്തെ പറഞ്ഞ ഈ പ്രാദേശികത ഇല്ലാത്തതാണ്. ആ പ്രാദേശികത ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന് വിവിധ തലങ്ങളുണ്ട്, ബിംബങ്ങളുണ്ട്. നമ്മളത് പലവട്ടം ചർച്ച ചെയ്തു. LTT മുതൽ താലിബാൻ വരെയുള്ളവയും ജാതിവരി മുതൽ വർണ്ണവരി വരെയുള്ളവയും എല്ലാം ഇതിൻ്റെ തലങ്ങളാണ്. അത്തരം പ്രാദേശികതയ്ക്കെല്ലാം അപ്പുറത്തേക്ക് സ്വന്തം സ്വത്വത്തെ തിരിച്ചറിയുക, അംഗീകരിക്കുക എന്നത് മറ്റുള്ളവയുമായി ചേർന്ന് കലർന്നു പോകാനുള്ള ഒരു ബോധോദയമാണ് എന്ന് തിരിച്ചറിഞ്ഞ സ്വാതന്ത്ര്യ സമര ചരിത്രമാണ് രാജ്യത്തിൻ്റെ. ഒരുപക്ഷെ എബ്രഹാം ലിങ്കൻ്റെയോ നെൽസൺ മണ്ടേലയുടെയോ മുകളിൽ പ്രതിഷ്ഠിക്കാൻ കഴിയുന്ന സാർവദേശീയത ഒരു മുഖമായ വിരലിലെണ്ണാവുന്ന നേതാക്കളെങ്കിലും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലുണ്ട്. ഒരുപക്ഷെ റോബർട്ട് ജി ഇംഗർസോളിൻ്റെ ശാസ്ത്രത്തിലും സഹജീവി സ്നേഹത്തിലും അധിഷ്ഠിതമായ ദൈക്ഷണികതയുടെ ആ സാർവദേശീയതയുടെ വലിയ തലങ്ങൾ തിരിച്ചറിയുകയും പ്രകാശിപ്പിക്കുകയും ചെയ്ത ഒരു ഭൂപ്രദേശമാണ് കേരളം എന്നുള്ളത്. അവിടെ നിന്നുമാണ് നമ്മൾ പ്രതിപക്ഷവും മാധ്യമങ്ങളും വഴിതെറ്റിപ്പോകുന്ന ഒരു പരിസരത്തിലേക്ക് വരുന്നത്. ആ പരിസരത്തെ തിരിച്ചറിഞ്ഞിട്ടും അതിനെ പൂർണ്ണമായി അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് കേരളം എത്തുന്ന വൈരുദ്ധ്യത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിശാല മാനവികതയിലൂന്നിയ സാർവദേശീയതയെ, സ്വതന്ത്ര ചിന്താഗതിയെ പ്രതിഫലിപ്പിക്കാൻ നമുക്ക് യഥാർത്ഥത്തിൽ കഴിയുന്നത് ശക്തമായ മാധ്യമങ്ങളും ശക്തമായ പ്രതിപക്ഷവും ഉള്ളപ്പോഴാണ്. പ്രതിപക്ഷങ്ങളെയും മാധ്യമങ്ങളെയും സ്വതന്ത്രമായി നിലനിർത്തണം എന്ന ഏറ്റവും വിശാലമായ ചിന്താഗതി ഇന്നും ഈ നിമിഷവും പുലർത്തുന്നത് പാശ്ചാത്യ ലോകമാണെന്നുള്ളത് ഒരു വലിയ അളവോളം വൈരുദ്ധ്യമെന്ന് നമ്മൾ പറയേണ്ടതുണ്ട്. സാമ്രാജ്യത്വത്തിൻ്റെയും വർണ്ണവരിയുടെയും വലിയ ചരിത്രം പേറുന്ന ഭൂവിഭാഗങ്ങൾ അല്ലെങ്കിൽ സമൂഹങ്ങൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ ഉള്ള ഒരിടത്താണ് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ സാധാരണ വ്യക്തികളായി തന്നെ നിലനിൽക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളത് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചർച്ച ചെയ്തു. ലോകത്തെ ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് വിളിക്കാവുന്ന അമേരിക്കൻ പ്രസിഡന്റിനോട് നിങ്ങൾക്ക് ഈ സ്ഥാനത്ത് ഇനിയും തുടരാനുള്ള ആരോഗ്യമില്ല എന്ന് തുറന്നു പറയാൻ കഴിയുന്ന ഒരു സംവിധാനം ഇന്നും ഈ നിമിഷവും നിലനിൽക്കുന്ന അമേരിക്കൻ സമൂഹത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വീണ്ടും ചില വിഷയങ്ങളിലേക്ക് കടക്കുന്നത്. അതിനാധാരമാവുന്നത് നേരത്തെ പറഞ്ഞ പോലെ സാർവദേശീയതയുടെ ലംഘനമാണ്. ബംഗ്ലാദേശും അതുവഴി ശക്തി പ്രാപിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയും അതിനെ പുറന്തള്ളാൻ കഴിയാത്ത, അതിനെ എഴുതിത്തള്ളാൻ അല്ലെങ്കിൽ അതിനെ വിലക്കപ്പെട്ടതാണ് എന്ന് പറയാൻ കഴിയാത്ത ഒരു പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും നമ്മളിവിടെ അഭിസംബോധന ചെയ്യുകയാണ്. അവരോട് നമ്മൾക്ക്
പറയാനുള്ളത് നമ്മൾ പറയേണ്ടത്. ചില തട്ടുകളായിട്ട് നമ്മൾ തിരിച്ചാണ് ഈ ചർച്ചയിലേക്ക് കടക്കുന്നത്. 5, 6, 7 തട്ടുകൾ. ഇതെല്ലാം ഒരു രീതി അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ചേർന്ന് പോകുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. തീർച്ചയായും നമ്മളിവിടെ സംസാരിക്കുന്നത് മനുഷ്യാവകാശങ്ങളെക്കുറിച്ചാണ്, ദേശീയ ബോധത്തെക്കുറിച്ചാണ്, രാഷ്ട്രീയ ബോധത്തെക്കുറിച്ചാണ്, പൗരബോധത്തെക്കുറിച്ചാണ്. ഇതെല്ലാം ചേരുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു സർവ്വദേശീയതയെക്കുറിച്ച്. സർവ്വദേശീയത എന്ന് പറയുന്നത് തന്നിലേക്ക് ചുരുങ്ങാത്തതാണ്. പക്ഷെ ആ തന്നിലേക്ക് ചുരുങ്ങുക എന്ന് പറയുന്നത് തന്നെ തിരിച്ചറിയുക എന്നും തന്നെ സ്വയം സംരക്ഷിക്കുക എന്നുള്ളതും തൻ്റെ സ്വത്തിനെയും തൻ്റെ സമ്പത്തിനെയും തൻ്റെ വ്യക്തിത്വത്തെയും സംരക്ഷിക്കുക എന്നുള്ളത് ഒരിക്കലും പ്രാദേശികതയോ വലതുപക്ഷമോ ആവില്ല എന്നുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ചാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ അപജയത്തെക്കുറിച്ചും അത് കേരളത്തിലെ മാധ്യമങ്ങളോട് ചേർത്ത് വായിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനത്തെക്കുറിച്ചുമാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. കേരളത്തിൻ്റെ രാഷ്ട്രീയം ഏത് രീതിയിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ ചില തെളിവുകൾ ഈ അടുത്തുള്ള ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അതിലാദ്യത്തേതാണ് വയനാടിൽ രാഹുൽ ഗാന്ധിയെ തടയാൻ ശ്രമിച്ച SDPIയും തിരുവനന്തപുരത്തെ കാട്ടാക്കടയിൽ CPMനെ ആക്രമിച്ച SDPIയും കോൺഗ്രസിനെ പരസ്യമായി തിരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച മുസ്ലിം ലീഗ്. ഇവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നത്തെയും പോലെ കേരള രാഷ്ട്രീയത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്നത് മുസ്ലിം ലീഗിനോടുള്ള കേരളത്തിലെ BJP ഒഴിച്ചുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ സമീപനത്തിൽ നിന്നും. കാരണം മതേതരത്വത്തെ കേരളം എങ്ങനെ വിശദീകരിക്കണം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കണം എന്നുള്ളത് മുസ്ലിം ലീഗിൻ്റെ നിലപാടിൻ്റെ ഉറപ്പിലും ആ നിലപാടിനോട് കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ശ്രമിക്കുന്ന നയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. കാസയും RSSും രൂപപ്പെടണോ എന്നുള്ളതും കാസയിലേക്കും RSSലേക്കും ആളുകൾ പോകണമോ എന്നും തീരുമാനിക്കേണ്ടത് നിശ്ചയമായി പറഞ്ഞാൽ മുസ്ലിം ലീഗിൻ്റെ നിലപാടുകളാണ് എന്നുള്ളത് കൊണ്ടും ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന് ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ളത് കേരളത്തിലാണ് എന്നുള്ളതുകൊണ്ടും ആ കേരളത്തിലെ ഏറ്റവും പ്രബലരായ ഘടകകക്ഷി മുസ്ലിം ലീഗാണെന്നുള്ളതുകൊണ്ടും ദക്ഷിണേന്ത്യയിൽ BJPക്ക് ഏറ്റവും ശക്തമായ സാന്നിധ്യം ഉണ്ടായി വരികയും എന്നാൽ അത് തിരഞ്ഞെടുപ്പിൽ അതേ രീതിയിൽ പ്രതിഫലിപ്പിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്ന ഒരു സംസ്ഥാനവും കേരളമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ആവർത്തിച്ച് നമ്മൾ ഇതിലേക്ക് എത്താറുണ്ട്. അവിടെ നിന്നുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. അത് ജമാഅത്തെ ഇസ്ലാമി എന്ന സംവിധാനത്തിൽ ലഭിക്കുന്ന ഔദ്യോഗികമായ സ്വീകാര്യത നിന്നുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ച ആരംഭിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഭവങ്ങളിൽ ഒരു മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥകളുണ്ടോ എന്നുള്ള സംശയത്തിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. ഇത് SDPIയുടെ പദ്ധതിയാണോ അതോ SDPIയെ തങ്ങൾ സ്വീകരിക്കില്ല എന്ന് തെളിയിക്കാനുള്ള ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെ പദ്ധതിയാണോ എന്നുള്ള വിലയിരുത്തൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചർച്ച ആരംഭിക്കുന്നത്. കാരണം ജമാഅത്തെ ഇസ്ലാമി എന്ന ഒരു സംവിധാനം ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യത്ത്, ഇന്ത്യയുടെ അയൽ രാജ്യത്ത് ഒരു രാഷ്ട്രീയ ശക്തിയായി ഒഴുന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നുള്ളത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. ആ സംവിധാനത്തിന് കേരള രാഷ്ട്രീയത്തിൽ ലഭിക്കാൻ പോകുന്ന പിന്തുണയാണ് കേരളത്തിലെ സാമൂഹിക രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ സാമൂഹിക അവസ്ഥയെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ രൂപപ്പെടുത്താൻ പോകുന്നു എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രതിപക്ഷത്തേക്കും മാധ്യമങ്ങളിലേക്കും ദേശീയതയിലേക്കും ആ ദേശീയത തീവ്ര ദേശീയതയോ ഇടുങ്ങിയ ദേശീയതയോ ആവാതിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയിലേക്കും കടക്കണം. രോഹിംഗ്യകളും ദലൈലാമയും കാശ്മീരി പണ്ഡിറ്റുകളും കടലിൽ ആധിപത്യത്തിന് വേണ്ടി ശ്രമിക്കുന്ന
ലോക ശക്തികളും ചേരുന്ന ഒരു സംഗമവേദിയിലാണ് ഷെയ്ഖ് ഹസീനയുടെ പലായനമുണ്ടായത്. ഇന്ത്യ അവർക്ക് നൽകിയ അഭയം, അതുമായി ബന്ധപ്പെട്ട് ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്ന സംഭവ വികാസങ്ങൾ, ഇതെല്ലാം ഒരുപക്ഷെ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തെയോ റഷ്യ യുക്രൈൻ യുദ്ധത്തെക്കാളോ വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നു, അല്ലെങ്കിൽ വളരെ അതിനേക്കാളേറെ സെൻസിറ്റീവാണ്, വളരെ അതിനേക്കാളേറെ തന്ത്രപ്രധാനമായ സംഭവ വികാസങ്ങൾ. ഇസ്ലാമിക ഭീകരവാദത്തോടുള്ള ലോകത്തിൻ്റെ നിർണായകമായ പോരാട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട കണ്ണിയാണ് ഇന്ത്യ. ആ ഇന്ത്യയോടൊപ്പം നിൽക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട ശക്തികളാണ് നേരത്തെ പറഞ്ഞ ഇസ്രായേലും ബംഗ്ലാദേശും. ഈ രണ്ട് ശക്തികളും ജനാധിപത്യത്തോട് വിമുഖത കാണിച്ചപ്പോൾ ഇന്ത്യ പുലർത്തിയ മൗനം, ആ മൗനത്തോളം തന്നെ വാചാലമാണ് ഇപ്പോൾ നടക്കുന്ന സംഭവവികാസങ്ങളോടുള്ള മറ്റൊരു പക്ഷത്തിൻ്റെ, നേരത്തെ പറഞ്ഞ പ്രതിപക്ഷങ്ങളിലെയും മാധ്യമങ്ങളിലെയും മൗനം. അവിടെയാണ് നേരത്തെ പറഞ്ഞ പോലെ അൽ-ഖ്വയ്ദയ്ക്കോ താലിബാനോ ഇസ്ലാമിക് സ്റ്റേറ്റിനോ സൃഷ്ടിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ ഭീഷണി ജമാഅത്തെ ഇസ്ലാമിക്ക് സൃഷ്ടിക്കാൻ കഴിയും. കാരണം താലിബാൻ ഒരു രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുമ്പോൾ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ SDPIക്ക് ഒരു രാഷ്ട്രീയ അംഗീകാരം ലഭിക്കുമ്പോൾ സംഭവിക്കുന്നത് മുഖ്യാധാരയിലേക്ക് തിരിച്ചെത്തുന്ന ഒരു ക്രിമിനൽ കേസ് പ്രതിയുടെ മാനസാന്തരമോ, അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ച് പോകാൻ അയാൾ നിർബന്ധിതരാകുന്നതോ ആയ ഒരു സാഹചര്യമല്ല സംഭവിക്കുന്നത്. നിയമലംഘനങ്ങൾ നിയമത്തിന് കീഴിൽ വരികയാണ് ചെയ്യുന്നത്. അത്തരം ഒരു സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. നിരോധിത സംഘടനയാണ് ചില രാജ്യങ്ങൾക്ക്, തീർച്ചയായും നിരോധിക്കപ്പെടേണ്ട സംഘടന തന്നെയാണ്. അത്തരമൊരു സംഘടനയ്ക്ക് രാഷ്ട്രീയ മുഖം കൈവരികയും അവയെ അംഗീകരിക്കാൻ ലോകമെമ്പാടുമുള്ള ഭരണ സംവിധാനങ്ങൾ നിർബന്ധിതരാവുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പേരിൽ അംഗീകരിക്കുകയോ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് വലിയ രീതിയിലുള്ള ഭീകരവാദവും മനുഷ്യാവകാശ ലംഘനവുമാണെന്നുള്ളതിന് അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകളും സൽമാൻ റുഷ്ദിയുമെല്ലാം സാക്ഷിയാണ്. ഒരു സംവിധാനത്തിന്, ഒരു തെറ്റിന് നിയമസാധുത നൽകുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ തിന്മ എന്നിടത്താണ് നമ്മൾ ഈ ചർച്ച അതിൻ്റെ ഗൗരവത്തിൽ എടുക്കേണ്ടത്. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ ദേശീയതയിലേക്കും ഇന്ത്യൻ സൈന്യത്തിലേക്കും അവയോടുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെ നിലപാടിലേക്ക് നിൽക്കുന്നത്. എല്ലാം കൊണ്ടും ഇന്ത്യയുടെ പരിച്ഛേദം എന്ന കേരളത്തിനെ പറയാൻ കാരണം, എല്ലാ കാലത്തും കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രം എന്ന് പറയുന്നത് കേരളം. മുമ്പ് വീഡിയോയിൽ പറഞ്ഞതുപോലെ നേരിട്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ അല്ലെങ്കിൽ ഒരു വൈദേശിക അധിനിവേശത്തെ ഒരുപക്ഷെ ഉത്തരേന്ത്യയോളം അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശമാണ് ദക്ഷിണേന്ത്യ. എന്നിട്ട് കൂടി അതിശക്തമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങളും ഗാന്ധിജി അടക്കമുള്ള നേതാക്കന്മാരുടെ വ്യക്തിപരമായി ഏറ്റവും യോജിച്ചു പോകുന്ന ഒരു പറ്റം നേതാക്കളും ഉണ്ടായിട്ടുള്ളത് കേരളത്തിൽ നിന്നാണ്. ഇന്നും ഈ നിമിഷവും ഏറ്റവും ചുരുങ്ങിയത് 1965 മുമ്പ് ജനിച്ച തലമുറയ്ക്കെങ്കിലും മാനസികമായി ഇന്നും കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് അടുപ്പമുണ്ട്. വോട്ടുകൾ ആ കോൺഗ്രസ് ആണോ ഈ കോൺഗ്രസ് എന്ന ചോദ്യത്തിന് വ്യക്തമായ ഉത്തരം അവർക്ക് നൽകാൻ കഴിയുമെങ്കിൽ കൂടി അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ കേരളത്തിൻ്റെ മാധ്യമത്തെയും കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെയും വിശകലനം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ലോകത്തിൻ്റെ ഏറ്റവും ശക്തവും ഉന്നതവുമായ ഒരു ജനാധിപത്യ സംവിധാനം നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് കേരളം എന്നുള്ളത് കൂടി നമ്മളിവിടെ കണക്കെടുക്കും. ഹിന്ദി ഹൃദയഭൂമിയിൽ ഇന്ത്യൻ സേനയ്ക്ക് ഏറ്റവും കൂടുതൽ
ദേശാഭിമാനികളെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ സൈനികരെ, ഇന്ത്യൻ സേനയ്ക്ക് ഏറ്റവും കൂടുതൽ ദേശാഭിമാനികളെ സംഭാവന ചെയ്യുന്ന ഒരിടമാണ് ഇന്ത്യ ദേവഭൂമി. അവിടേക്കാണ് കഴിഞ്ഞ കുറച്ചു കാലമായി കോൺഗ്രസിന് വരാൻ കഴിയാത്തത്. ബ്രിജ്ഭൂഷണും കർഷകർക്കായി വഴിയിൽ ഡൽഹി പോലീസ് സ്ഥാപിച്ച ആണിയുമെല്ലാം മോഡിയുടെ അവിടേക്കുള്ള യാത്രയെ ദുഷ്കരമാക്കിയപ്പോഴും സാർവദേശീയതയിലൂന്നിയ ദേശസുരക്ഷ എന്നത് കോൺഗ്രസിൻ്റെ, വിശേഷിച്ച് രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയ അജണ്ടയിൽ ഉൾപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഗൗരവത്തോടെ കാണേണ്ട കാര്യം. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ദേശീയതയിലേക്കും സാർവദേശീയതയിലേക്കും ലോകമെമ്പാടും രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന വലതുപക്ഷം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. ആ വലതുപക്ഷത്തിന് കാരണമാകുന്ന ഇസ്ലാമിസ്റ്റ് അല്ലെങ്കിൽ ഇസ്ലാമിക് ഭീകരവാദം എന്ന യാഥാർത്ഥ്യത്തിലേക്ക് എത്തുന്നത്. സാർവദേശീയതയിലൂന്നിയ ദേശീയത എന്ന് പറയുന്നത് RSS ഉയർത്തിപ്പിടിക്കുന്ന തീവ്ര ഹിന്ദുത്വമോ തീവ്ര ദേശീയതയോ അല്ല എന്നും, ഒരു ഭൂപ്രദേശത്തിൻ്റെ അവിടുത്തെ സമൂഹത്തിൻ്റെ സ്വത്തിനെയും സമ്പത്തിനെയും പാരമ്പര്യത്തെയും വികാരങ്ങളെയും സംരക്ഷിക്കുക എന്നുള്ളതുമാണ് എന്നുള്ള തിരിച്ചറിവിലേക്ക് കോൺഗ്രസ് തിരിച്ചെത്തേണ്ടിയിരിക്കുന്നു. അതെത്താത്തിടത്തോളം കാലം ദേശീയത എന്നത് തീവ്ര ദേശീയതയായി പരിണമിക്കും എന്നുള്ളതിനാണ് ലോകമെമ്പാടും തെളിവുകളുള്ളത്. കാരണം ദേശീയതയായിട്ട് തന്നെ അംഗീകരിക്കാൻ കഴിയാത്തിടത്ത് അതിനെ എതിർത്താൽ മാത്രം ലഭിക്കുന്ന രാജ്യസുരക്ഷ അടക്കമുള്ള കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ലഭിക്കുന്നൊരു സാർവദേശീയത എന്ന ആശയത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ നടത്തുന്ന പ്രചാരണങ്ങൾ ലോകമെമ്പാടും സൃഷ്ടിച്ച വലതുപക്ഷവൽക്കരണം എന്നത് തീവ്ര ദേശീയതയിലും അതിതീവ്ര ദേശീയതയിലും സാംസ്കാരിക ദേശീയതയിലും ഊന്നിയതാണ്. അത് സാർവദേശീയത എന്ന ആശയത്തിന് പൂർണ്ണമായും കീഴ്മേൽ മറിക്കും. കുടിയേറ്റം അടക്കമുള്ള വിഷയങ്ങളെ അതെങ്ങനെ ബാധിക്കുന്നുള്ളതെന്ന് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്യും. അവിടെയാണ് നമ്മൾ ദേശീയത എന്ന വിഷയത്തിലേക്ക് കോൺഗ്രസ് കടക്കാത്തതിനെക്കുറിച്ച് പറയുന്നത്. അവിടെ നിന്നുമാണ് ആ ദേശീയത അതിൻ്റെ പല തട്ടുകളായി പ്രാദേശിക അതിതീവ്ര ദേശീയതയിലേക്ക് കടക്കുന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വ്യക്തിവിദ്വേഷത്തിൻ്റെയും സഹതാപം ഉളവാക്കുന്ന പ്രതികാര രാഷ്ട്രീയത്തിൻ്റെയും പ്രാദേശിക ഭൂമികയിൽ അവരുടെ പ്രതിനിധിയായി രാഹുൽ മാറുന്നത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്നു. രാഹുൽ ഗാന്ധി സ്വയം അപഹാസ്യനായി മാറുന്നത് നമ്മൾ അവിടെയാണ് കാണുന്നത്. ഭരണം നഷ്ടപ്പെടുമ്പോൾ ജയിലിലേക്കോ വനവാസത്തിലേക്കോ പോകുന്ന റാബ്രി ദേവിയും നായിഡുവും കരുണാനിധിയും പവാറും എല്ലാം ചേരുന്ന ഒരു മുന്നണിയിൽ ഇന്ത്യക്ക് പ്രതിപക്ഷത്തെ അല്ല തിരിച്ചു കിട്ടിയത് എന്നിടത്താണ് നമ്മൾ ഈ ചർച്ച കൊണ്ടുചെന്ന് നീക്കുന്നത്. ഒരു പ്രതിപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത് ദേശീയതയിലേക്കും ദേശത്തിൻ്റെ വികാരങ്ങളെയും പ്രതിഫലിപ്പിക്കുക എന്നതാണ്. അതിലേക്ക് പോകാൻ ശ്രമിക്കാതെ നേരത്തെ പറഞ്ഞ പ്രാദേശിക രാഷ്ട്രീയത്തിൻ്റെ തലത്തിലേക്ക് അല്ലെങ്കിൽ പ്രാദേശിക രാഷ്ട്രീയവാദികൾ പുലർത്തുന്ന ശൈലി വെച്ച് പുലർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് നടത്തുന്ന പ്രവൃത്തികൾ അതിതീവ്ര ദേശീയതയിലേക്ക് വഴിവെക്കുമെന്നുള്ളതിന് ഇംഗ്ലണ്ടും അർജന്റീനയും അടക്കമുള്ള ഉദാഹരണങ്ങൾ നമ്മളുണ്ട്. കഴിഞ്ഞ തവണത്തെ പ്രതിപക്ഷം വലിയ രീതിയിൽ വേട്ടയാടപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായി തിരിച്ചെത്തിയ ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിൽ ആ പ്രതിഷേധം അറിയിക്കാനുള്ള അവകാശം ഉണ്ട് എന്നുള്ളത് അംഗീകരിക്കുമ്പോഴും ഉത്തരവാദിത്തങ്ങളിലേക്ക് കടക്കാത്ത ഒരു പ്രതിപക്ഷം എന്ന് പറയുന്നത്
ഇന്ത്യയുടെ, കേരളത്തിൻ്റെ രാഷ്ട്രീയ വിശാലതയ്ക്ക് എതിരാണ്. അവിടെ അദ്ദേഹത്തെ പറഞ്ഞ കേരളത്തിൻ്റെ പങ്ക് പ്രധാനമാണ്. കേരളത്തിൻ്റെ പങ്ക് പ്രധാനമാവുന്നത് ഒരുപക്ഷെ കാർഗേയേക്കാൾ കൂടുതൽ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് KC വേണുഗോപാൽ എന്ന മൂന്നാംകിട രാഷ്ട്രീയ ഇടനിലക്കാരനാണ് എന്നുള്ളതുകൊണ്ടാണ്. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഇന്ത്യയുടെ ദേശീയതയെ പ്രതിനിധീകരിക്കാൻ, ഇന്ത്യയുടെ രാജ്യസുരക്ഷയും ഇന്ത്യൻ സേനയെയും പ്രതിനിധീകരിക്കാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയാത്തിടത്തോളം കാലം തീവ്ര ദേശീയതയുടെ ബദലായിട്ട് ഉയർന്നു വരും എന്നുള്ളതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, വളരെ ഗൗരവമേറിയ കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയും ഷെയ്ഖ് ഹസീനയും ബംഗ്ലാദേശും അവിടെയുള്ള അമേരിക്കയുടെയും ചൈനയുടെയും താല്പര്യങ്ങളും ബംഗ്ലാദേശിലൂടെ ഒഴുകുന്ന നദിയും അവിടെ ഉയരാൻ പോകുന്ന ഡാമുകളും എല്ലാം അതിന് ആക്കം കൂട്ടുകയുള്ളൂ എന്നുള്ള യാഥാർത്ഥ്യം രാഹുൽ ഗാന്ധി തിരിച്ചറിഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയത് KC വേണുഗോപാലെങ്കിലും തിരിച്ചറിഞ്ഞു. പല സിനിമകളിലും കാണുന്ന കെല്ലം തുളസിയുടെ രാജീവ് കൈലാസിൻ്റെ സിനിമകളിലോ ജോഷിയുടെ സിനിമകളിലോ കാണുന്ന കൊല്ലം തുളസിയുടെ രാഷ്ട്രീയക്കാരൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരനെ കൊല്ലം തുളസി അവതരിപ്പിച്ച ചില കഥാപാത്രങ്ങളെയാണ് KC വേണുഗോപാൽ പരസ്പരം അനുസ്മരിക്കുക. തൻ്റെ ഉത്തരവാദിത്വം തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിയെ പ്രേരിപ്പിക്കേണ്ട ഉത്തരവാദിത്വം KC വേണുഗോപാൽ. രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയോടുള്ള നരേന്ദ്രമോദിയുടെ സമീപനം, രാഹുൽ ഗാന്ധിയെ ഒരു ശത്രുവായി നരേന്ദ്രമോദി കണ്ടു എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ആ രീതി മാറുകയാണ്. ഇന്ത്യക്ക് ഇന്ന് യോജിക്കുന്ന ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവ് കെജ്രിവാൾ തന്നെയാണെന്നും അതുകൊണ്ടാണ് താൻ കെജ്രിവാളിനെ ശത്രുവായി കണ്ടിട്ടുള്ളതെന്നും മോഡി പറയാതെ പറഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ സത്യമാണെന്നും വലിയ ശരിയാണെന്നും പലതുകൊണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തിരിച്ചറിയുക. ഇന്ത്യ നേടുന്ന യഥാർത്ഥ പ്രശ്നം, ലോകമെമ്പാടും സംഭവിക്കുന്ന വലതുപക്ഷവൽക്കരണം, അതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് വിശകലനം ചെയ്യാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല. രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാവുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ്? അതിൽ ഏറ്റവും പ്രധാനം മതമാണ്, കുടിയേറ്റമാണ്. ഇത് രണ്ടിലും ചേർന്നിരിക്കുന്നതും മതം തന്നെയാണ്. ആ ഒരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ രാഹുൽ ഗാന്ധിക്ക് കഴിയുന്നില്ല എന്നുള്ളതോ അല്ലെങ്കിൽ അതിനെ അംഗീകരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല എന്നർത്ഥമാണ്. അതിതീവ്ര ദേശീയത എന്നുള്ളത് ദേശീയതയുടെ ഒരു മൃദുരൂപമായിട്ട് ലോകമെമ്പാടും അംഗീകരിക്കുന്ന സാഹചര്യം ഇന്ത്യയിലും ആവർത്തിക്കുമെന്നുള്ള അവസ്ഥ ഉണ്ടാകും. അതിർത്തിയിലെ സംഘർഷം, ജമ്മു കാശ്മീർ പോലീസ് നേരിടുന്ന പ്രതിസന്ധി, സുരക്ഷാ സേനയോ പോലീസിനെയൊക്കെ ജനങ്ങൾക്ക് മുമ്പിൽ മോശക്കാരായി ചിത്രീകരിക്കാൻ സ്വന്തം കുടുംബത്തിലുള്ളവരെ വരെ ഒരു പരിചയമാക്കി ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിക ഭീകരവാദ ആശയങ്ങളോട് യോജിച്ചു പോകുന്ന കാശ്മീരിലെ നിവാസികൾ തന്നെ നടത്തുന്ന ശ്രമങ്ങൾ, ഇതിലൂടെ നേരത്തെ പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങൾക്ക് സംഭവിക്കുന്ന ആത്മവിശ്വാസക്കുറവ്, ഇതെല്ലാം തിരിച്ചറിയാനും അതിനെക്കുറിച്ച് സംസാരിക്കാനും രാഹുൽ ഗാന്ധി തയ്യാറാവുന്നില്ല. ഇന്ത്യയിലെ പ്രതിപക്ഷം തയ്യാറാവുന്നില്ല എന്നിടത്താണ് ലോകത്തെ ഒരിടത്തും സംഭവിക്കാത്തൊരു വൈരുദ്ധ്യത്തോടെ സംഭവിക്കുന്നത്. ഇത്തരം പ്രതിപക്ഷങ്ങൾ എവിടെയുണ്ടായിട്ടോ അവിടെയെല്ലാം വലതുപക്ഷം രൂപപ്പെട്ടു വന്നു എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവത്തോടെ വേണ്ടിയാണ്. സ്വതന്ത്ര ചിന്താഗതിക്കാരനായ പുരോഗമന കാഴ്ചപ്പാടുള്ള മാക്രോയ്ക്ക് പോലും, ഫ്രാൻസിലെ മാക്രോയ്ക്ക് പോലും വലിയ രീതിയിൽ തിരിച്ചടി നേരിട്ടതും ഇവിടുത്തെ ഇന്ത്യ മുന്നണിക്ക് സമാനമായ ഒരു തട്ടിക്കൂട്ട് സഖ്യത്തിലേക്ക് അല്ലെങ്കിൽ ആദർശരഹിതമായ രാഷ്ട്രീയ വിട്ടുവീഴ്ചകളിലേക്ക് അദ്ദേഹത്തിന് കടക്കേണ്ടി വന്നതും ദേശസുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പുലർത്തുന്ന നിസ്സംഗതയാണ്, അല്ലെങ്കിൽ ഒരു അഴകുഴമ്പൻ ശൈലിയാണ്. ദേശസുരക്ഷയും രാജ്യത്തെ
സംരക്ഷിക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളും, അത് റോ ആവാം, ഇന്ത്യൻ സേനയാവാം, ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ആവാം, ഇന്ത്യയിലെ ശാസ്ത്രജ്ഞന്മാരാവാം, നയതന്ത്ര വിദഗ്ധരാവാം, ഇവരെല്ലാം വലിയ രീതിയിലുള്ള പിന്തുണ അർഹിക്കുന്നു. അവരെ തെറ്റുകളെയും പിഴവുകളെയും ചൂണ്ടിക്കാണിക്കുന്നതിനൊപ്പം തന്നെ രാജ്യം അവിടെ പിന്നിലുണ്ട് എന്ന് ബോധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷം ഏറ്റെടുക്കേണ്ടത്. അത് പ്രതിപക്ഷം ഏറ്റെടുക്കാതെ വരുമ്പോഴാണ് നേരത്തെ പറഞ്ഞ വലതുപക്ഷം രൂപപ്പെടുന്നത്. ഫാറൂഖ് അബ്ദുള്ളയിലെ അടക്കമുള്ളവരുടെ ചില പ്രതികരണങ്ങൾ അതെല്ലാം ഇന്ത്യ വളരെ ഗൗരവത്തിലാണ് കേൾക്കുന്നത്, അറിയുന്നത്. ആനി രാജയുടെയും രാജീവ് സർദേശായിയുടെയും ജോൺ ബുട്ടാസിൻ്റെയും നിലവാരമുള്ള ചിന്തകളും പ്രവൃത്തികളും ഇന്ത്യയിലെ പ്രതിപക്ഷവും അതിലെ സഖ്യകക്ഷികളായി ചങ്ങാതിമാരായി തുടരുന്ന കേരളത്തിലെ പ്രമുഖരായ ഏറ്റവും പ്രമുഖമായ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കേരളത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷമായ രണ്ട് സംവിധാനങ്ങൾ അതേ നിലവാരം വെച്ച് പുലർത്തുമ്പോൾ നേരത്തെ പറഞ്ഞ തീവ്ര ദേശീയത, തീവ്ര വലതുപക്ഷം ഉയർത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശും സി എ യും എല്ലാം ചേരുന്ന ഒരു പുതിയ സംവിധാനം ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതും നമ്മൾ ഗൗരവത്തിൽ കാണേണ്ട. ആ സാഹചര്യത്തിൽ ഇന്ത്യയുടെ രാജ്യസുരക്ഷയും ഇന്ത്യയുടെ സൈനിക സംവിധാനങ്ങളും ഇന്ത്യയുടെ അതിർത്തി രക്ഷാ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ശക്തമായ തീരുമാനമെടുക്കാൻ, വളരെ ശക്തമായ നിലപാടെടുക്കാൻ കോൺഗ്രസ്, വിശേഷിച്ച് രാഹുൽ ഗാന്ധി നിർബന്ധരാകുന്നു. എന്നാൽ അതിന് അദ്ദേഹം തയ്യാറാവുന്നില്ല എന്നിടത്താണ് നമ്മൾ പറഞ്ഞ ഉത്കണ്ഠകൾ ഉണ്ടാകുന്നത്. കാരണം ദേശസുരക്ഷയിൽ ഐക്യമുണ്ടാവുന്നത് സാംസ്കാരികതയിൽ ഊന്നിക്കൊണ്ട്, അത് സൈനിസമാവാം, കുടിയേറ്റ വിരുദ്ധതയാവാം, കാവ്യവൽക്കരണം, ഇവയെല്ലാം ഒരു കുടക്കീഴിൽ അണിനിരക്കേണ്ടി വരുന്നത് അങ്ങനെ തന്നെയാണ്. അതിരുകളില്ലാത്ത ഇസ്ലാമിക രാജ്യം, മതത്തോട് മാത്രം കൂറുള്ളത്, അവയെ നിർമ്മിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി എന്ന പ്രത്യയശാസ്ത്രത്തിന് മുന്നിൽ അർജൻറ്റീനയിലെയോ ഇറ്റലിയിലെയോ ഇസ്രായേലിലെയോ ഇന്ത്യയിലെയോ ഭരണാധികാരിക്ക് ദേശീയവാദിയാകാൻ വളരെ എളുപ്പം കഴിയും എന്ന യാഥാർത്ഥ്യമാണ് നൽകിയത്. ട്രംപും മെലോണിയും മോഡിയുമെല്ലാം ഒരേ വശത്താണ് നിൽക്കുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വലതുപക്ഷം എന്നാൽ തീവ്രദേശീയതയും, തീവ്രദേശീയത എന്നാൽ കുടിയേറ്റ വിരുദ്ധതയുമായി മാറുന്നത് അങ്ങനെയാണ്. എന്നാൽ ഈ കുടിയേറ്റ വിരുദ്ധതയും ഈ തീവ്രദേശീയതയും ദേശീയതയായി മാറുന്നതും ഇങ്ങനെ തന്നെയാണ്. ഹിറ്റ്ലറെ ചാൻസലറാക്കിയ അതേ സാഹചര്യം. അവിടെയാണ് നമ്മൾ മാധ്യമങ്ങളും പ്രതിപക്ഷവും എന്തുകൊണ്ട്, കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ പ്രതിപക്ഷവും എന്തുകൊണ്ട് ഒരു വലതുപക്ഷത്തെ നിർമ്മിക്കുന്നു എന്ന തിരിച്ചറിവിലേക്ക് മാറ്റി. വിഷയങ്ങളെ, അവയുടെ തുടർച്ചയെ സംബന്ധിച്ച മാധ്യമങ്ങളുടെ ഒഴുക്കില്ലാത്ത നയങ്ങൾ, രാജ്യസുരക്ഷയെ ബാധിക്കുന്ന വിഷയങ്ങളിൽ പുലർത്തുന്ന അലംഭാവം, അത് വലിയ രീതിയിൽ ദേശീയവാദത്തിന് ബലം കിട്ടും, പ്രാദേശികവാദത്തിനും ഒരു വലിയ അളവോളം വഴിയൊരുക്കും. ഇത് രണ്ടും വൈരുദ്ധ്യങ്ങളാണെങ്കിലും ഏത് നിമിഷവും അതിനെ യോജിപ്പിച്ചു കൊണ്ടുപോകാൻ കഴിയുന്ന തീവ്ര വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകൾ ലോകമെമ്പാടും ഭരണാധികാരികളെ വന്നു. കേരളത്തിലെ മാധ്യമങ്ങൾ
ആ മാധ്യമങ്ങളിലെ നിക്ഷിപ്തമായ രാഷ്ട്രീയ താല്പര്യങ്ങൾ, ആ രാഷ്ട്രീയ താല്പര്യങ്ങളിലെ സാമുദായിക ജാതീയ താല്പര്യങ്ങൾ, ഇതെല്ലാം പലവട്ടം ചർച്ച ചെയ്തുകൊണ്ട് നമ്മൾ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വിഷയങ്ങളുടെ തുടർച്ച പ്രധാനമാണ്. പ്രത്യേകിച്ചും വാർത്തകൾ അറിയാൻ മുഖ്യധാര മാധ്യമങ്ങൾ വേണ്ടാത്തില്ല. പ്രകൃതി സംരക്ഷണം മുതൽ രാജ്യസുരക്ഷ വരെയുള്ളവയിൽ തുടർച്ചയായ പ്രതികരണങ്ങളും തുടർച്ചയായ സംവാദങ്ങളും ഈ മാധ്യമങ്ങളിൽ നിന്നോ ഈ പ്രതിപക്ഷങ്ങളിൽ നിന്നോ ഉണ്ടാകുന്നില്ല. ജീവകാരുണ്യത്തിൻ്റെ പതാകവാഹകരാകാൻ വെമ്പുന്ന മാധ്യമ സംഘങ്ങളെയാണ് നമ്മൾ കേരളത്തിൽ കാണുന്നത്. ഗാഡ്ഗിലും കാലാവസ്ഥാ വ്യതിയാനവും PSC പരീക്ഷ എഴുതാതെ പോലീസുകാരനാവുന്ന വിദ്യാർത്ഥി നേതാവും എല്ലാം പുറത്തു വന്നത് പ്രളയം വന്നപ്പോഴും ക്യാമ്പസിൽ SFIക്കാർ തന്നെ തമ്മിൽ തല്ലിയപ്പോഴും. ഇതൊന്നും പുറത്തു കൊണ്ടുവന്നത് മാധ്യമങ്ങളോ പ്രതിപക്ഷമോ അല്ല എന്നിടത്താണ് നേരത്തെ പറഞ്ഞ നിശബ്ദമായ മാധ്യമങ്ങളെക്കുറിച്ചും പ്രതിപക്ഷത്തെക്കുറിച്ചും നമ്മൾ സംസാരിക്കണം. മറച്ചു വയ്ക്കുന്നതിനെയും മൂടി വെച്ചതിനെയും പുറത്തു കൊണ്ടുവരാൻ കഴിയാത്ത സംവിധാനങ്ങളാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നിടത്താണ് വലതുപക്ഷവൽക്കരണം എത്ര എളുപ്പം ഇന്ത്യയിലും കേരളത്തിലും സാധ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിനോട് ചേർന്ന് യോജിക്കാവുന്ന ചില പ്രാദേശിക വിഷയങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെയും പ്രതിപക്ഷങ്ങളെയും ഉദ്ദേശശുദ്ധിയും വിശ്വാസ്യതയും വലിയ രീതിയിൽ ചോദ്യം ചെയ്യുന്ന ചില വിഷയങ്ങൾ. അതിൽ ഒന്നാമത്തേതാണ് ജോൺ ബ്രിട്ടാസും തിരുവഞ്ചൂർ അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം ചേർന്ന് സരിതയിലൂടെ TP ചന്ദ്രശേഖരനിൽ നിന്ന് രക്ഷ നേടിയ വിഷയം. അതറിഞ്ഞിട്ടും KK രമ കൊടുത്തിയ മൗനം. ഇത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾ കൊണ്ട് മലയാളിയെ മറക്കാൻ നിർബന്ധിച്ചത് ഇതേ മാധ്യമങ്ങളും ഇതേ പ്രതിപക്ഷവുമാണെന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഗോഡി മീഡിയ എന്ന് ആക്ഷേപിക്കുന്ന ഒരു വലിയ സംവിധാനം ഇവിടെ ഉരുത്തിരിഞ്ഞിരിക്കുക. ജൂഡട്ടിയെ പോലെയൊരു മൂന്നാംകിട യൂട്യൂബറെ മാധ്യമ സംരക്ഷണത്തിൻ്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെയും ഒക്കെ വക്താവായി ഉയർത്തിക്കാട്ടുന്ന ഒരു സംവിധാനത്തെ എതിരിടേണ്ടത് ഒരാവശ്യമായിട്ട് കാണുന്ന ഒരു കൂട്ടം ആളുകൾ. അവർക്ക് കടന്നു കയറാനുള്ള ഒരേ ഒരു വാതിൽ എന്ന് പറയുന്നത് ദേശീയതയുടെയാണ്. ആ ദേശീയത തീവ്ര ദേശീയതയായി മാറുകയും ഇത് ലോകത്തെ എല്ലായിടത്തും സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കേരളത്തിലെ മാധ്യമങ്ങളിലേക്കും കേരള രാഷ്ട്രീയത്തോട് ഏറ്റവും യോജിച്ചു പോകുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനം ഏറ്റവും അധികം യോജിച്ചു പോകുന്ന കേരള രാഷ്ട്രീയത്തിലേക്കും നമ്മൾ വരുന്നത്. അവിടെയാണ് നമ്മൾ രാഹുൽ ഗാന്ധി എന്ന വ്യക്തിയുടെ ആത്മാർത്ഥ ഇല്ലായ്മയിലേക്ക് കടക്കുന്നത്. നമ്മൾ മറക്കാൻ ശ്രമിച്ചാലും നമ്മളെ മറക്കാൻ ഈ പറഞ്ഞ മാധ്യമങ്ങളും പ്രതിപക്ഷവും നിർബന്ധിച്ചാലും ഭൂകമ്പങ്ങളായി, വരൾച്ചയായി, മഞ്ഞുരുകുന്ന മണ്ണിലെ കാട്ടുതീയായി പ്രകൃതി നമ്മെ പ്രവർത്തിക്കും. നർഗീസ് മുഹമ്മദിയായി, ആരിഫ് ഹുസൈനായി, ഷെയ്ഖ് ഹസീനയായി, വിനീഷ് ഫോഗട്ടായി, ഉത്തർപ്രദേശിൽ നഷ്ടപ്പെട്ട വോട്ടായി, അഭയം തേടിപ്പോകുന്ന എഴുത്തുകാരായി, പർദ്ദയും ഷേഖനൂർ മൗലവിയും കർഷകരും ബംഗാളും യമുനയിൽ ഒഴുക്കിക്കളഞ്ഞ ഗോദയിലെ മെഡലുകളുമായി ചരിത്രവും തിരിച്ചെത്തും. പ്രകൃതിയും ചരിത്രവും ഓർമ്മിപ്പിക്കാൻ വേണ്ടി തിരിച്ചെത്തുമ്പോൾ സാമ്രാജ്യങ്ങളാണ് ഇല്ലാതെയാകുന്നത്. അത്തരത്തിൽ ഇല്ലാതെയാകുന്ന സാമ്രാജ്യങ്ങളിൽ ആ സാമ്രാജ്യങ്ങൾ പുനർനിർമ്മിക്കുമ്പോൾ ആദ്യം ഉണ്ടാകുന്നത് അരാജകത്വം. ആ അരാജകത്വത്തിൽ നിന്ന് ആദ്യം ഉണ്ടാകുന്നത് യാഥാസ്ഥികത്വമാണ്. ആ യാഥാസ്ഥികത്വമാണ്
സാമൂഹികമായ അധപ്പതനത്തിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്കാണ് കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും കേരളം എന്ന പൊതുമണ്ഡലവും എത്തുന്നത്. നേരത്തെ പറഞ്ഞ ഉത്തരവാദിത്തം, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ ആ സാമൂഹികമായ ഉത്തരവാദിത്തം ഈ രണ്ട് സംവിധാനങ്ങൾക്കും മറ്റെല്ലാവർക്കും ഉള്ളതിനേക്കാൾ കൂടുതലുണ്ട് എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് ഈ വീഡിയോയുടെ തുടക്കത്തിൽ നമ്മൾ അത് പറഞ്ഞു. റഷ്യയും അമേരിക്കയും എതിർചേരികളിൽ നിന്ന് പണമെറിഞ്ഞ് സംരക്ഷിക്കുന്നതും പണമെന്ന് എറിഞ്ഞു തന്നെ എതിർക്കുന്നതുമല്ല പരസ്പരം നേരിടാൻ പോറ്റി വളർത്തിയവരാണ് എന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഇറാൻ നമ്മളോട് പറഞ്ഞു. ഇതെല്ലാം ചരിത്രത്തിൻ്റെ ഓർമ്മപ്പെടുത്തലുകളാണ്. അത് സെപ്റ്റംബർ 11 റഷ്യയിലെ കത്തി ആക്രമണമായുമെല്ലാം അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതാണ് നേരത്തെ പറഞ്ഞ തിരിച്ചറിവ്, പ്രതിപക്ഷത്തിൻ്റെ തിരിച്ചറിവ്. ഏത് വിഷയമാണ് ജനങ്ങളെ ബാധിക്കുന്നത്, ഏത് വിഷയമാണ് ജനങ്ങളെ ഒരുമിപ്പിക്കുന്നത്, ഏത് വിഷയമാണ് ജനങ്ങളെ അസ്വസ്ഥരാക്കുന്നത്, ആ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാൻ കഴിയാത്ത വിധം മാധ്യമങ്ങളെയും ഏകാധിപത്യ പ്രവണതകളുള്ള ഭരണാധികാരികളെയും അവിടെ നയങ്ങളിൽ എതിർത്തുകൊണ്ട് മാത്രം പോകാൻ കഴിയും എന്നുള്ള ധാരണയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും കേരളത്തിലെ മാധ്യമങ്ങളും സ്വയം മോചിപ്പിക്കണം. കാരണം അത്തരമൊരു ഏകാധിപതിയെ ദേശീയതയുടെ രക്ഷകരായി കാണുന്നവരും അല്ലെങ്കിൽ കാണാൻ നിർബന്ധിതരായവരുമായ ഒരു പറ്റം ആളുകൾ ലോകമെമ്പാടും ഉയർന്നു വന്നിരിക്കുന്നു. കൃത്യമായ ശക്തമായ തീരുമാനങ്ങൾ പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ എടുക്കുന്നവർക്ക് അത് ഒരു സംവിധാനത്തിൻ്റെ മുഴുവൻ സമ്പത്ത് കരുത്ത് ഉപയോഗിച്ചുകൊണ്ടായിരിക്കാം, ചെയ്ത പ്രവൃത്തിയെ വലിയ രീതിയിൽ മാധ്യമങ്ങൾ വഴി ആഘോഷിച്ചുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ പരസ്യപ്പെടുത്തിക്കൊണ്ടായിരിക്കാം. എന്തുകൊണ്ട് തന്നെയായാലും അത്തരം ആളുകൾക്ക് ജനാധിപത്യ സംവിധാനത്തിൽ സ്ഥാനമുണ്ട് എന്നുള്ളതിന് പിണറായി വിജയൻ്റെ 2008 തിരഞ്ഞെടുപ്പ് വിജയം തന്നെ കൊറോണ വന്നതിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് വിജയത്തിന് വലിയൊരു ഉദാഹരണം. ഇത്തരം ഉദാഹരണങ്ങളാണ് വലതുപക്ഷത്തും ഉണ്ടാകുന്നത്. കുടിയേറ്റം എന്നത് തൊഴിലിനെയോ തദ്ദേശവാസികളുടെ തൊഴിലിനെ ബാധിക്കുന്നതോ തദ്ദേശ സംസ്കാരത്തെ മാത്രം ബാധിക്കുന്നതല്ല. ഒരു മതരാഷ്ട്രവാദികളായ ഒരു കൂട്ടം ആളുകൾ വരികയും ഒരു സംസ്കാരത്തെ, ഒരു സംവിധാനത്തെ, ഒരു വലിയ സമൂഹത്തെ തന്നെ ഇല്ലാതാക്കാൻ പോകുന്ന ഒരു അവസ്ഥയാണ് സംജാതമാകുന്നത് എന്നുള്ളൊരു ഭയത്തിൽ നിന്ന് ഒരു ഭയത്തിലേക്ക് ഒരു ജനത കടക്കുമ്പോൾ അവിടെ അവർ ഉയർത്തിക്കാട്ടുന്ന നേതാവിനെയോ അല്ലെങ്കിൽ അവർ തേടി ചെല്ലുന്ന നേതാവിനെയോ കോൺഗ്രസോ ബ്രിട്ടനിലെ ഇടതുപക്ഷവാദികളോ ഉയർത്തിക്കാട്ടുന്ന രീതിയിൽ അവരെ ഈ പൊതുസമൂഹം വലതുപക്ഷക്കാരായിട്ടോ തീവ്ര ദേശീയതയുള്ളവരായിട്ടോ അല്ല കാണുന്നത്. ഹിറ്റ്ലർ ലോകത്തെ ഏറ്റവും പ്രതിഭാശാലികളും ബുദ്ധിമാന്മാരുമായ ഒരു പറ്റം ആളുകൾക്ക് ദേശീയവാദിയായിരുന്നു എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ആ ഹിറ്റ്ലറോട് ഈ പറയുന്ന ആളുകളെല്ലാം ഉപമിക്കുകയല്ല. എങ്കിൽ പോലും ദേശീയത എന്ന് പറയുന്നതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ടെന്ന്, അതിനെ തീവ്ര ദേശീയതയാക്കാതെ നിലനിർത്തേണ്ടത് പ്രതിപക്ഷത്തിൻ്റെയും മാധ്യമങ്ങളുടെയും കൂടി ആവശ്യമാണ് എന്നുള്ളതുമായ തിരിച്ചറിവിലേക്ക് കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും എത്തണം എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയും ബംഗ്ലാദേശും ഷേഖ് ഹസീനയും നമ്മളോട് പറയുന്നത്. ആ തിരിച്ചറിവിലേക്ക് നരേന്ദ്രമോദി അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി എത്തുന്നില്ല എന്നുള്ളതാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി. ഷാബാനുവിൽ നിന്ന് വഖഫ് ബോർഡിലേക്കുള്ള 3.5 പതിറ്റാണ്ടുകൊണ്ട് കുടിയേറ്റമെന്നത് അസാധ്യവും മതരാഹിത്യമെന്നത് അപ്രാപ്യവുമായ ഒരു സങ്കേതങ്ങളായിട്ട് മാറിയിട്ടുണ്ട്. അവിടെ രാഷ്ട്രീയം വഴിയും സാമൂഹികമായ ഇടപെടലുകൾ വഴിയും നിയമം വഴിയും മാത്രമാണ് നമുക്ക് ഇടപെടാൻ കഴിയും. മതം പ്രചരിപ്പിക്കുന്നത് ഉദ്ദേശത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ടുള്ള ഒരു പുതിയ നിയമം ഈ സോഷ്യൽ മീഡിയ കാലത്ത് അനിവാര്യമാണ്. നിങ്ങളുടെ ചാനലിൽ നിങ്ങൾ ദൈവത്തെക്കുറിച്ചും നിങ്ങളുടെ ദൈവമാണ് മികച്ചതെന്നും നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അത് മതേതരത്വത്തോടുള്ള ഒരു വെല്ലുവിളിയായിട്ട് കണക്കാക്കുന്ന രീതിയിലുള്ള ഒരു
നിയമ സംവിധാനം ഉണ്ടാവേണ്ടിയിരിക്കുന്നു. സ്വത്തവകാശം മൗലികാവകാശം അല്ലാതായി മാറിയ ഒരു ചരിത്രം നമുക്ക് ഇത് നമ്മൾ മറ്റൊരു വീഡിയോ ചർച്ച ചെയ്തു. തീർച്ചയായും അതൊരു വലിയ അനിവാര്യതയായി മാറി. യൂട്യൂബ് വലിയ രീതിയിലുള്ള ഒരു കുടിയേറ്റ വിടുതല സൃഷ്ടിച്ചിട്ടുണ്ട്, വലിയ രീതിയിലുള്ള ഇസ്ലാമിക ഭീകരത സൃഷ്ടിച്ചിട്ടുണ്ട്. ഇത്തരമൊരു ഘട്ടത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ മതം പ്രചരിപ്പിക്കുക എന്ന് പറയുന്ന അവകാശത്തെക്കുറിച്ച് നാം ചർച്ച ചെയ്യുന്നത്. കാരണം ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വലിയ ചർച്ചകൾ നടത്തിയ ഒരു പ്രതിപക്ഷമാണ്, അല്ലെങ്കിൽ ആ പ്രതിപക്ഷത്തെ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ഒരു മൂന്നാംകിട രാഷ്ട്രീയ സംവിധാനത്തെ വലിയ രീതിയിൽ വിപ്ലവകാരികളെ ഉയർത്തിക്കാട്ടിയ ഒരു സാമൂഹിക സാംസ്കാരിക മണ്ഡലമാണ് കേരളത്തിൽ. ആ മണ്ഡലത്തിനും ഈ പ്രതിപക്ഷത്തിനും ഭരണഘടനയെ ഉയർത്തിപ്പിടിച്ച ഈ പ്രതിപക്ഷത്തിനും ഭരണഘടനാ ഭേദഗതി എന്ന മഹത്തായ ആശയത്തോടും മതേതത്വം എന്ന മഹത്തായ ആശയത്തോടുമുള്ള കൂറ് തെളിയിക്കാനുള്ള അവസരം കൂടിയാണ്. കാലാനുസൃതമായി നവീകരിക്കപ്പെടേണ്ടതാണ് നിയമം എന്നുള്ളതും ജനത്തോടും കാലത്തോടും സമൂഹത്തോടും സംവദിക്കുന്നതാണ് ഭരണഘടന എന്നുള്ളതുമായ മഹത്തായ ആശയമാണ് ഭരണഘടനാ ഭേദഗതി പറയുന്നത്. അതുകൊണ്ട് തന്നെ മതം പ്രചരിപ്പിക്കുക എന്നുള്ളത് മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശത്തോട് ചേർന്ന് പോകുന്നതല്ലെന്ന്, അത് വലിയ രീതിയിൽ സാമൂഹികമായ പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതുമായ തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തേണ്ടതാണ്. കാരണം നിസ്കരിക്കാനുള്ള അവകാശത്തിന് വേണ്ടി സാക്ഷര കേരളത്തിലെ വിദ്യാലയങ്ങളിൽ ഓർമ്മകം തുറക്കുക. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഇന്ത്യൻ നയതന്ത്രത്തിലേക്ക് കടക്കുന്നത്. ആ നയതന്ത്രം എത്രമാത്രം ഫലവത്താണെന്നുള്ള ചർച്ചയിലേക്ക് കടക്കുക. പലപ്പോഴും BCCIയെക്കുറിച്ച് ലോക ക്രിക്കറ്റ് സമൂഹത്തിൽ ഉയരുന്ന ഒരു പരാതിയുണ്ട്. അത്തരമൊരു പരാതിയാണ് നേപ്പാളും മ്യാൻമറും അടക്കമുള്ള രാജ്യങ്ങൾക്ക് പലതുകൊണ്ടും ഭൂപ്രകൃതി കൊണ്ടും സാംസ്കാരികമായ സമാനത കൊണ്ടും യോജിച്ചു പോകാൻ കഴിയുന്ന പ്രദേശമായിട്ട് കൂടി മ്യാൻമറും നേപ്പാളുമൊക്കെ എല്ലാ കാലത്തും ഇന്ത്യയോട് ഉണ്ടാക്കി. അത്തരം നയങ്ങൾക്ക് വലിയ രീതിയിലുള്ള മാറ്റം വരുത്താൻ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ നിർബന്ധരാവുകയാണ്. പല ധ്രുവങ്ങളിലായിട്ട് ലോകത്തിൻ്റെ ശാക്തിക ചേരികൾ മാറുന്നതിനോടൊപ്പം തന്നെ രാജ്യങ്ങളും മറ്റൊരാൾക്കുമേൽ തങ്ങൾക്ക് നയതന്ത്രപരമായ അധീശത്വം സ്ഥാപിക്കാൻ കഴിയില്ല എന്ന തിരിച്ചറിവിലേക്കും എത്താൻ നിർബന്ധിതരാകുന്നതും ഈ ഒരു ഘട്ടത്തിൽ. അതിന് ഈ ബംഗ്ലാദേശിലെ സംഭവ വികാസം വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഭരണകൂടങ്ങൾ മാറുമെന്ന തിരിച്ചറിവ് നേപ്പാളും മ്യാൻമറും അഫ്ഗാനും ശ്രീലങ്കയും ഒന്നല്ലെന്ന് തിരിച്ചറിവ്, വലിയ മോഹങ്ങളുള്ള അമേരിക്കയും റഷ്യയും ചൈനയും ആ മോഹങ്ങളിൽ നിന്ന് മാറില്ലെന്ന് തിരിച്ചറിവ്. ഈ തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ഭരണകൂടം മുന്നോട്ട് പോകേണ്ടത്. ലോകത്തെ ഏറ്റവും മികച്ച നയതന്ത്ര വിദഗ്ധരെയും ഏറ്റവും പ്രവർത്തനക്ഷമതയുള്ള സൈന്യത്തെയും സൃഷ്ടിച്ച ഒരു മണ്ണാണ്. കാലാവസ്ഥയോടും രാജ്യത്തോട് കൂടില്ലാത്ത രാഷ്ട്രീയ സാംസ്കാരിക നേതൃത്വങ്ങളോടും സ്വയം ചിന്നിച്ചിതറിയും അയൽപ്പക്കത്തെ ഇല്ലാതാക്കാൻ വരുന്ന അതിർത്തി അയൽ രാജ്യത്തോടും സങ്കീർണത നിറഞ്ഞ സാമൂഹിക ഭൂമിശാസ്ത്ര വൈരുദ്ധ്യങ്ങളോടും പൊരുതി നേടിയ അല്ലെങ്കിൽ പൊരുതി നേടിക്കൊണ്ടിരിക്കുന്ന ഒരു ഐതിഹാസികമായ നിലനിൽപ്പാണ്, അല്ലെങ്കിൽ പൊരുതി നിൽക്കുന്ന ഒരു ഐതിഹാസികമായ ചരിത്രമാണ് ഇന്ത്യക്ക്. കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ഈ തിരിച്ചറിവിലേക്ക് എത്തേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തീവ്ര വലതുപക്ഷം അതിന് ഏറ്റവും പൂർണ്ണമായ അർത്ഥത്തിൽ രൂപം പ്രാപിക്കാൻ പോകുന്നതും അതിന് ശക്തമായ രാഷ്ട്രീയ സ്വാധീനം ഉണ്ടാവാൻ പോകുന്നതും ഏറ്റവും ആദ്യം സംഭവിക്കുന്നത് കേരളത്തിലായിരിക്കും. കാരണം സാംസ്കാരിക മേഖലയിൽ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥർ മുതൽ സാഹിത്യകാർ വരെയുള്ള ആളുകൾ പരസ്യമായി തങ്ങളുടെ വലതുപക്ഷ ചായ്വ് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് മാത്രമാണ് നേരത്തെ പറഞ്ഞ സാംസ്കാരിക മേഖലയിൽ
കാസയും RSSും അടക്കമുള്ള സംവിധാനങ്ങൾക്ക് ശക്തി പ്രകടിപ്പിക്കാൻ കഴിയും. ഇടതുപക്ഷം എന്നത് ഇസ്ലാമിക ഭീകരവാദ പീഡനപക്ഷമായും ഏറെക്കുറെ പൂർണ്ണമായും അധപതിക്കുമ്പോൾ തങ്ങളുടെ സ്വത്വം പുറത്തെടുക്കുന്നതിൽ അഭിമാനം കൊള്ളുന്ന ഒരു പറ്റം ആളുകൾ ഉയർന്നു. കാരണം അഡ്ദതി റോയും റോമില കാപ്പറും ചെയ്യുന്നത് തന്നെയാണ് അർണാവും ചെയ്യുന്നത്. തങ്ങളുടെ സ്വത്വത്തിൽ തങ്ങളുടെ പൈതൃകത്തിൽ അഭിമാനിക്കുക എന്നുള്ളതും ആ പൈതൃകത്തിന് വേണ്ടി പോരാടുക എന്നുള്ളതും ആ പൈതൃകത്തിന് വേണ്ടി മരിക്കുക എന്നുള്ളതും വലിയ അഭിമാനമായി കരുതുന്ന ഒരു തീവ്ര വലതുപക്ഷം അങ്ങനെയെങ്കിൽ ഉയർന്നു. സാംസ്കാരിക മേഖലയിൽ ശക്തി പ്രാപിക്കാൻ കഴിഞ്ഞാൽ രാഷ്ട്രീയമായി വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ ഈ പറയുന്ന കാസയ്ക്കും RSSനും കഴിയും. അവിടെയാണ് നമ്മൾ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ സംവിധാനത്തിൻ്റെ പ്രാദേശിക രാഷ്ട്രീയത്തോടും ദേശീയ രാഷ്ട്രീയത്തോടുമുള്ള സമീപനത്തെ മനസ്സിലാക്കി. ദേശീയ തലത്തിലുള്ള അവരുടെ സമീപനത്തിൻ്റെ അതേ മികവില്ലായ്മയും ആത്മാർത്ഥയില്ലായ്മയും തന്നെയാണ് പ്രാദേശിക വിഷയത്തിലും സംഭവിക്കുന്നത്. ഡാമുകളും കൃഷിയും സൃഷ്ടിക്കാൻ പോകുന്ന പ്രാദേശിക രാഷ്ട്രീയമാണ് രാജ്യം നേരിടാൻ പോകുന്ന മറ്റൊരു ഭീഷണി. കാലാവസ്ഥാ വ്യതിയാനം മുതൽ സാമൂഹിക പിന്നോക്കാവസ്ഥ വരെയുള്ളവയെ അവ സൃഷ്ടിക്കുന്ന അരാജകത്വത്തിൽ നേരത്തെ പറഞ്ഞ പോലെ മതവും ജാതിയും വീണ്ടും ശക്തി പ്രാപിച്ചു. ജാർഖണ്ഡിലും കർണാടകയിലുമുള്ള ഡാമുകളിൽ അതിർത്തി പങ്കിടുന്ന സംസ്ഥാനത്തിൻ്റെ ജനിതകം നിർണ്ണയിക്കുന്ന ജലതന്മാത്രകൾ ബംഗ്ലാദേശിലെയും ശ്രീലങ്കയിലെയും പുഴയും കടലും മുതൽ മുല്ലപ്പെരിയാറിനെക്കുറിച്ച് സംസാരിക്കാത്ത തമിഴ്നാട്ടിലെയും കേരളത്തിലെയും ഹരികൃഷ്ണന്മാർ വരെയുള്ളവർ മലപ്പുറത്തും ബംഗാളിലും പുതിയ രാജ്യങ്ങൾ സ്വപ്നം കാണുക. ഇവരെല്ലാം ചേർന്ന് ലോകം ഭയമുളവാക്കുന്നതാണ്, അസ്വസ്ഥതകളാണ്. ഇത് തിരിച്ചറിയാൻ കോൺഗ്രസിന് കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കഴിയുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം നേരത്തെ പറഞ്ഞ കോൺഗ്രസിൻ്റെയും കേരളത്തിലെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം അതുകൊണ്ട് തന്നെയാണ് അവരെ പിഴവുകളോളം തന്നെ വലുതാവും. ലോകം വലിയൊരു വിപത്തിൽ നിന്ന് തിരിച്ചെത്തുമ്പോഴേക്കും ഭൂപടങ്ങളും അന്താരാഷ്ട്ര ശാക്തിക സമവാക്യങ്ങളും സാമൂഹിക സാംസ്കാരിക ഭൂമിശാസ്ത്ര ഘടനകളും വരെ മാറിക്കഴിഞ്ഞ ഒരു ഘട്ടത്തിൽ രാജ്യത്തിൻ്റെ ഭരണമേറ്റെടുത്ത ഒരു പാർട്ടിയാണ്. സ്വാതന്ത്ര്യം നേടിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പിരിച്ചുവിടണം എന്ന തീരുമാനത്തിൽ പ്രവർത്തിച്ച ഒരു രാഷ്ട്രീയം. ആ കോൺഗ്രസ് ഇന്ന് പ്രതിപക്ഷത്താണ് ഇരിക്കുന്നത്. പക്ഷേ പരിമിതികളും തെറ്റുകുറ്റങ്ങളും ഏറെയുണ്ടെങ്കിലും മാനുഷിക മൂല്യങ്ങൾക്ക് വലിയ വില നൽകി അല്ലെങ്കിൽ വില കൽപ്പിച്ചിരുന്ന ലോകം കണ്ട ഏറ്റവും ഉന്നതരും പ്രായോഗികവാദി എന്ന് പറയാൻ കഴിയില്ല, ഏറ്റവും ഉന്നതനായ ഒരു നയതന്ത്ര വിദഗ്ധൻ്റെ പാരമ്പര്യം കോൺഗ്രസിനും അതിലേറെ രാഹുൽ ഗാന്ധിക്കും അവകാശപ്പെടാൻ ആ ഒറ്റ കാരണം കൊണ്ട് മാത്രം ഇന്ത്യയിലെ പല ഗ്രാമങ്ങളിലും രാഹുൽ ഗാന്ധിക്ക് കടന്നു ചെല്ലാനും കഴിയും. കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഇതേ കാര്യങ്ങൾ കേരളത്തിലെ മാധ്യമങ്ങൾക്കും ബാധകമാണ്. മുസ്ലിം ലീഗ് മാത്രമല്ല ഇന്ത്യയിലുള്ളത് എന്ന് സ്വയം തിരിച്ചറിയാൻ ഇന്ത്യൻ ജനതയെ അത് വിശ്വസിപ്പിക്കാനുമുള്ള ഒരു ഉത്തരവാദിത്തം രാഹുൽ ഗാന്ധിക്കും കേരളത്തിലെ മാധ്യമങ്ങൾക്കും ഉണ്ട്. ആ ഉത്തരവാദിത്തം തിരിച്ചറിഞ്ഞേ പറ്റൂ, ഏറ്റെടുത്തേ പറ്റൂ. വലതുപക്ഷം രൂപപ്പെടുന്നത്
സ്വത്വബോധം രൂപപ്പെടുന്നത് സംരക്ഷണം ആവശ്യമുള്ളപ്പോഴാണ്, ആശങ്കകൾ ഉണ്ടാവുന്നത്. അംഗബലം കുറഞ്ഞതോ അതിവേഗം ഇല്ലാതാകാൻ പോകുന്നതുമാണ് തങ്ങളുടെ സ്വത്വം, അത് ഭാഷയോ മതമോ ദേശമോ. അത്തരമൊരു ഘട്ടത്തിൽ അത്തരം വിഷയങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ആത്മാർത്ഥതയും കാര്യക്ഷമതയുമാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും കാണിക്കുന്നത്. അത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടങ്ങളെക്കാൾ അവർക്ക് കാണിക്കാൻ കഴിയുമ്പോഴാണ് ശക്തമായൊരു പൊതുസമൂഹം ഉണ്ടാകുന്നത്. 5 വർഷം കൂടുമ്പോൾ മാറി മാറി വരുന്നവയാണ് കേരളത്തിലെ പാർട്ടികളെന്ന് നമ്മൾ പരിഹസിക്കുമ്പോഴും നേരത്തെ പറഞ്ഞ തിരുത്തലുകൾ വലിയ രീതിയിൽ നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അത് സംഭവിച്ചത്. എന്നാൽ ആ തിരുത്തലുകൾ 4ാം കിട കൊടുക്കൽ വാങ്ങലായി മാറിയതാണ് ജോൺ ബ്രിട്ടാസും രമേശ് ചെന്നിത്തലയും നമ്മളോട് പറഞ്ഞു. അപ്പോൾ എങ്ങനെ ആളുകൾ തീവ്രദേശീയതയിലേക്ക് പോകുന്നു, എന്തുകൊണ്ട് വലതുപക്ഷം രൂപം കൊള്ളുന്നു എന്നത് തിരിച്ചറിയാൻ ഇന്ന് ലോകത്ത് ഏറ്റവും ഉത്തരവാദിത്തമുള്ള ഒരു കൂട്ടം ആളുകളിൽ, ഒരു കൂട്ടം സംവിധാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങളിൽ രാഹുൽ ഗാന്ധി അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി. അതാണ് നമ്മൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ. ആ ഉത്തരവാദിത്തം അവർ തിരിച്ചറിഞ്ഞത്. എതിർക്കേണ്ടതിനെ മാത്രമാണ് എതിർക്കേണ്ടത്. ചില സംവിധാനങ്ങൾ എതിർക്കുന്നത് കൊണ്ട് വിശാല മനസ്സുള്ളവരാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ സ്വന്തം പൈതൃകത്തിലും സ്വന്തം ദേശീയതയിലും അഭിമാനം കൊള്ളുന്ന ഒരു കൂട്ടം ആളുകൾ ഉയർന്നു. അത് കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും തിരിച്ചറിഞ്ഞു. കാരണം കാലം കാത്തു നിൽക്കില്ല. ചരിത്രം വിസ്മൃതിയിലാവുക എന്നതാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും വേഗത്തിൽ, ഏറ്റവും എളുപ്പത്തിൽ സംഭവിക്കുന്നത്. അത് തിരിച്ചറിഞ്ഞു.